ഒരു രൂപയുടെ പെന്ന് വെക്കുന്ന സമയത്തും 1 മില്യന്റെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്ന സമയത്തും ദ മാറ്റർ ഓഫ് സെയിൽ നമ്മളൊരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ക്ലയന്റിനെ കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുക എന്നുള്ളത്. പല സമയങ്ങളിലും നമ്മളൊരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ പിച്ച് ചെയ്യാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതോടുകൂടി നമുക്ക് സെയിൽസ് കിട്ടും. ആക്ച്വലി ഏതൊരു സെയിൽസിന്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെന്റ് ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഈ ക്ലയന്റിന്റെ നീഡ് നമുക്ക് എക്സാക്ട് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ അവരാരാണ്, എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് എക്സാക്ട് അവരുടെ പെയിൻ പോയിന്റ്, ഇത് മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്കൊരു പ്രൊഡക്റ്റോ സർവീസോ നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ പിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു പുതിയ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോസ്പെക്റ്റിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ഐഡിയൽ പ്രോസ്പെക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കാര്യം അവരെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് ഒരു കമ്പനിയെ കുറിച്ചിട്ടോ അത് B2Bയിലാണെങ്കിലും ഒരു B2Cയിലാണെങ്കിലും ഇതൊക്കെ നമുക്കറിയാം വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള എല്ലാ റിസോഴ്സും നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അവരെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു കേസ് സ്റ്റഡി നടത്തിക്കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് ഒരു പ്രസന്റേഷന് പോകുന്ന സമയത്ത് നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് അവർ ആരാണ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ പിച്ച് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഉടനടി ഒരു സെയിൽസ് കിട്ടിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ഓർഡർ കിട്ടാൻ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും.